കരീബിയൻ ദ്വീപരാഷ്ട്രമായ ബഹാമാസിൽ ചെറുവിമാനം തകർന്നു വീണ് 10 പേർ മരിച്ചു. 9 യാത്രക്കാരും ഒരു പൈലറ്റുമാണ് അപകടത്തിൽപ്പെട്ടത്. രാജ്യത്തിന്റെ 53ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടക്കുന്നതിനിടെയാണ് രാജ്യത്തെ നടുക്കിയ വൻ ദുരന്തം സംഭവിച്ചത്. തലസ്ഥാനമായ നാസിമിന് സമീപമുള്ള ലിൻഡിൻ പിൻലിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സാൻ ആൻഡ്രൂസ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഫ്ലമിംഗോ എയർ കമ്പനിയുടെ സെസ്ന 402 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിങ്ങിന് തൊട്ടുമുൻപ് വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ നേരിടുകയും റൺവേക്ക് സമീപമുള്ള കാട്ടിലേക്ക് തകർന്നു വീഴുകയുമായിരുന്നുവെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റി അറിയിച്ചു. വിമാനാപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടതായി പ്രധാനമന്ത്രി ഫിലിപ്പ് ഡേവിഡ് ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും ഇയാൾ പിന്നീട് ആശുപത്രിയിൽ വെച്ച് പരിക്കുകളുടെ തീവ്രത കാരണം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്നവരുടെ പേരുവിവരങ്ങളോ പ്രായമോ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇന്ന് രാജ്യം ആഘോഷിക്കേണ്ട ദിവസമായിരുന്നു. എന്നാൽ ഇത് ദുഃഖാചരണത്തിന്റെ ദിവസമായി മാറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരധ്യായം കൂടി ദുരന്തത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു, പ്രധാനമന്ത്രി ഫിലിപ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപകടത്തെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഫ്ലമിംഗോ എയർലൈൻസിന്റെ സർവീസ് സർട്ടിഫിക്കറ്റ് വ്യോമസേന മന്ത്രാലയം താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എയർലൈൻസിന്റെ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് 2 സുരക്ഷാ വീഴ്ചകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിലൊരു വിമാനത്തിൽ യാത്രക്കാർ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ഫ്ലമിംഗോ എയർലൈൻസ് അധികൃതർ വ്യക്തമാക്കി.